ഗുഡ് മോർണിംഗ് ഓൾ. ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 27 വ്യാഴാഴ്ചയാണ്, മന്ത്ലി എക്സ്പയറിയാണ്. ഇന്നും നാളെയും വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ തന്നെയാണ്. കാരണം നാളെ PCE ഡാറ്റ US-ൽ നിന്ന് വരുന്നുണ്ട്. ഇന്നലെ US മാർക്കറ്റുകളെല്ലാം പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. എന്നിരുന്നാലും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റിൻ്റെ ഫ്യൂച്ചേഴ്സ് എല്ലാം ഇടിവിൽ തന്നെയാണ്. ഈ ഒരു ഇടിവ് ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റിയിലും കാണാം. ഏകദേശം ഒരു 60+ പോയിന്റ്സിൻ്റെ ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് ഇന്ന് നിഫ്റ്റിയിൽ സാധ്യതയുള്ളത്. മറ്റൊരു കാര്യമുള്ളത്, JP മോർഗൻ എമർജിംഗ് ഇൻഡെക്സ് ഫണ്ടുകളിൽ ഇന്ത്യൻ ഗവൺമെന്റ് ബോണ്ടുകൾ നാളെ മുതൽ ഇൻക്ലൂഡ് ചെയ്യപ്പെടും. വലിയ ഇൻഫ്ലോ ആണ് ബോണ്ടുകളിലേക്ക് വരാൻ പോകുന്നത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നമ്മളിവിടെ മാർക്കറ്റ് ന്യൂസ് സെഗ്മെന്റിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഇന്ത്യൻ ഗവൺമെന്റ് ബോണ്ടുകൾ ജൂൺ 28 മുതൽ JP മോർഗൻ ഗവൺമെന്റ് ബോണ്ട് സൂചിക എമർജിംഗ് മാർക്കറ്റിൽ ഉൾപ്പെടുത്തുന്നു. ഈ ഫണ്ടുകളിൽ നിന്ന് ഇന്ത്യൻ ബോണ്ടുകൾ $2 ബില്യൺ ആകർഷിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓരോ മാസവും സമാനമായ തുകകൾ പ്രതീക്ഷിക്കുന്നു. ഇനി മൊത്തം നിക്ഷേപം നോക്കിയാൽ അടുത്ത 10 മാസത്തിനുള്ളിൽ പ്രതീക്ഷിക്കുന്ന മൊത്തം നിക്ഷേപം കുറഞ്ഞത് $20 ബില്യൺ ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഈ റിപ്പോർട്ടിൽ പറയുന്നത്, സെപ്റ്റംബറിലെ പ്രഖ്യാപനത്തിന് ശേഷം ഫണ്ട് മാനേജർമാരും മറ്റ് നിക്ഷേപകരും ഇതിനകം തന്നെ ഇന്ത്യൻ വിപണിയിലേക്ക് $10.5 ബില്യൺ നിക്ഷേപിച്ചിട്ടുണ്ട്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഗണ്യമായ വർധനവാണ് ഇതിൽ വന്നിരിക്കുന്നത്. പ്രതീക്ഷിക്കുന്ന മൊത്തം സൂചികയായി ബന്ധപ്പെട്ട നിക്ഷേപത്തിന്റെ 32 മുതൽ 40% ഇതിനകം തന്നെ എത്തിയിട്ടുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. നിലവിൽ ഇന്ത്യയുടെ മൊത്തം കടത്തിന്റെ 2.4% വിദേശ നിക്ഷേപകരാണ് കൈവശം വെച്ചിരിക്കുന്നത്. 2025 അവസാനത്തോടെ ഇത് ഏകദേശം ഇരട്ടിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഇന്ത്യൻ ബോണ്ടുകളെ JP മോർഗൻ എമർജിംഗ് മാർക്കറ്റ് ഇൻഡെക്സിൽ ഉൾപ്പെടുത്തുന്നത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായ കാര്യം തന്നെയാണ്. മറ്റൊരു വാർത്തയുള്ളത്, 5 മടങ്ങ് ഡാറ്റാ സെന്റർ ശേഷി വിപുലീകരിക്കാനുള്ള സാധ്യത ഇന്ത്യയിലുണ്ടെന്ന് കുഷ്മാൻ ആൻഡ് വെയ്ക്ക്ഫീൽഡ് എന്ന ഗ്ലോബൽ റിയൽ എസ്റ്റേറ്റ് സർവീസസ് ഫേം പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു. ആസൂത്രണം ചെയ്ത 2.32 ജിഗാവാട്ട് എന്നതിനപ്പുറം 1.7 മുതൽ 3.6 ജിഗാവാട്ട് ശേഷി കൂടി ആവശ്യമാണ്. മൊത്തം 5 ജിഗാവാട്ടിൽ ഇത് എത്തിക്കുന്നു. ഏതായാലും ഈ റിപ്പോർട്ട് ആകെ മൊത്തം പരിശോധിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഡിജിറ്റൽ ആക്ടിവിറ്റിയിൽ നിന്നും ഡാറ്റ ഹെവി ടെക്നോളജിയിൽ നിന്നും വർദ്ധിച്ച ഡാറ്റ ഉപഭോഗം തന്നെയാണ് കാണുന്നത്. ഫ്യൂച്ചർ ഔട്ട്ലുക്കിനെ പറ്റി ഈ റിപ്പോർട്ടിൽ പറയുന്നത്, നിലവിലുള്ള പ്ലെയേഴ്സ് വികസിക്കുകയും പുതിയവർ വിപണിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്നതിലൂടെ തുടർച്ചയായ വളർച്ചയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു പ്രധാന ഗ്ലോബൽ ഡാറ്റാ സെന്റർ ഹബ്ബായി മാറാൻ ഇന്ത്യക്ക് സാധ്യതയുണ്ട് എന്നും കാണുന്നു. ഈ ഒരു വാർത്തയുടെ ഗുണം ലഭിക്കാൻ സാധ്യതയുള്ള കമ്പനികൾ കൂടി നോക്കിയാൽ ടെക്നോളജി സെക്ടറിലുള്ള കമ്പനികൾ, പ്രത്യേകിച്ച് ക്ലൗഡ് സർവീസസ്, IT സൊല്യൂഷൻസ് എന്നിവ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികൾ, ടെലി കമ്മ്യൂണിക്കേഷൻസ് സെഗ്മെന്റിലുള്ള കമ്പനികൾ, പ്രത്യേകിച്ച് 5G സർവീസസ് ഒക്കെ നൽകുന്ന എയർടെൽ, ജിയോ, വോഡാഫോൺ എന്നീ കമ്പനികൾക്ക് പോസിറ്റീവായ വാർത്തയാണ്. റിയൽ എസ്റ്റേറ്റ് സെക്ടറിലുള്ള കമ്പനികൾക്കും റിന്യൂവബിൾ എനർജി സെക്ടറിലുള്ള കമ്പനികൾക്കും പോസിറ്റീവായ വാർത്തയാണ്. ഇവിടെ പറഞ്ഞ സെക്ടറുകളുടെ പേരോ കമ്പനികളുടെ പേരോ റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അടുത്തതായി സ്റ്റോക്ക് ന്യൂസിൽ ഇന്ത്യ സിമെന്റ്സുമായി ബന്ധപ്പെട്ട വാർത്ത. ഓഗസ്റ്റ് സീരീസ് അവസാനിച്ചതിന് ശേഷം F&O സെഗ്മെന്റിൽ നിന്ന് ഇന്ത്യ സിമെന്റ് ഒഴിവാക്കപ്പെടും. അടുത്തത് അദാനി പോർട്സുമായി ബന്ധപ്പെട്ട വാർത്ത. S&P ഗ്ലോബൽ റേറ്റിംഗ് കമ്പനിയുടെ ഔട്ട്ലുക്ക് സ്ഥിരതയിൽ നിന്ന് പോസിറ്റീവിലേക്ക് ഉയർത്തി. അടുത്തത് സ്പെക്ട്രം അക്വസിഷനുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ആദ്യം ഭാരതി എയർടെൽ 900 മെഗാഹെർട്സ്, 1800 മെഗാഹെർട്സ്, 2100 മെഗാഹെർട്സ് ബാൻഡുകളിലായി 97 മെഗാഹെർട്സ് സ്പെക്ട്രം 6857 കോടി രൂപയ്ക്ക് ഭാരതി എയർടെൽ വാങ്ങി. അടുത്തത് റിലയൻസ് ജിയോ ആണ്. 1800 മെഗാഹെർട്സ് ബാൻഡുകളിൽ 14.4 മെഗാഹെർട്സ് സ്പെക്ട്രം 973.62 കോടി രൂപയ്ക്കാണ് റിലയൻസ് ജിയോ വാങ്ങിയത്. അടുത്തത് വോഡാഫോൺ ഐഡിയ 900 മെഗാഹെർട്സ്, 1800 മെഗാഹെർട്സ്, 2500 മെഗാഹെർട്സ് ബാൻഡുകളിലായി 30 മെഗാഹെർട്സ് സ്പെക്ട്രം 3510 കോടി രൂപയ്ക്ക് വോഡാഫോണും വാങ്ങി. കൂടുതൽ സ്പെക്ട്രം അക്വസിഷൻ നടത്തിയിരിക്കുന്നത് ഭാരതി എയർടെൽ ആണ് എന്ന് കാണാം. അടുത്തത് റാംകെ ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട വാർത്ത. ലഡാക്കിൽ 131.2 കോടി രൂപയുടെ പദ്ധതികൾക്കായി പവർ ഗ്രിഡ് എനർജി സർവീസസിൽ നിന്ന് കമ്പനിക്ക് പുതിയ ഒരു അവാർഡ് അറിയിപ്പ് ലഭിച്ചിരിക്കുന്നു. ഇനി ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ GNFC, ഇൻഡസ് ടവേഴ്സ്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, സെയിൽ എന്നീ കമ്പനികളാണ്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
ഇന്നലത്തെ മാർക്കറ്റ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് നോക്കാം. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഇന്നലെ പുതിയ ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തു. താരിഫ് ഹൈക്കുകൾ ഉയരും എന്ന വാർത്തകളെ തുടർന്ന് ടെലികോം സ്റ്റോക്കുകളായ വോഡാഫോൺ ഐഡിയ 5%, എയർടെൽ 3%, ഇൻഡസ് ടവേഴ്സ് 4% ഉയരുകയുണ്ടായി. ഇന്നലെ റിലയൻസ് ആയിരുന്നു നിഫ്റ്റിയിലെ ടോപ്പ് ഗെയിനേഴ്സ് ആയി മാറിയത്. റെക്കോർഡ് ഹൈ ഇന്നലെ ടച്ച് ചെയ്തു. സിമന്റ് സ്റ്റോക്കുകളിൽ വലിയ ബൈയിങ് ഇൻട്രസ്റ്റ് കണ്ടു. ഓട്ടോ സ്റ്റോക്കുകൾ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. നിഫ്റ്റിയിലേക്ക് 23,868 147 പോയിന്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. അപ്സൈഡിൽ 24,000 മുതൽ 24,150 വരെയുള്ളത് പ്രധാനപ്പെട്ട ഒരു ലെവലാണ്. കാരണം കൂടി പറയാം. കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്ത ആദ്യത്തെ സ്ട്രൈക്ക് കോൾ സൈഡിൽ 24,000 ആണ്. കൂടാതെ ബോളിഞ്ചർ ബാൻഡിന്റെ അപ്പർ എൻഡ് ഉള്ള ലെവൽ 24,160 ആണ്. അതുകൊണ്ട് തന്നെ ആ ലെവൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ലെവൽ തന്നെയാണ്. മൊമെന്റം ഇൻഡിക്കേറ്റേഴ്സായ RSIയും MACDയും പോസിറ്റീവ് ബയാസിൽ തന്നെയാണുള്ളത്. ഇത് നിഫ്റ്റിക്ക് കൂടുതൽ ശക്തി പകരും എന്ന സൂചനകളാണ് നൽകുന്നത്. അടുത്തതായി ഡെയിലി ക്യാൻഡിൽ. ചെറിയ അപ്പർ വിക്കോട് കൂടിയ ഒരു വലിയ ബുള്ളിഷ് ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. ഇതുകൂടാതെ തുടർച്ചയായ മൂന്നാമത്തെ ദിവസവും ഒരു ബുള്ളിഷ് ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺ തന്നെയാണ് നിഫ്റ്റിയിൽ ഉണ്ടാകുന്നത്. കൂടാതെ നല്ല വോളിയം കാണിക്കുന്നത് ബുള്ളിഷ് സൈൻ തന്നെയാണ്. ഡെയിലി ഹവർലി മൊമെന്റം ഇൻഡിക്കേറ്ററുകൾ പോസിറ്റീവ് ക്രോസ് ഓവറിൽ തന്നെയാണുള്ളത്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക് ആദ്യം 24,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം 24,500 സ്ട്രൈക്കിലും അതിനുശേഷം 24,200 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 23,500 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുന്നത്. അതിനുശേഷം 23,600 സ്ട്രൈക്കിലും അതിനുശേഷം 23,700 സ്ട്രൈക്കിലുമാണ്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം പ്രധാനപ്പെട്ട സ്ട്രൈക്കുകളിൽ വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം ATM സ്ട്രൈക്കായി 23,850 1335% വർധനവ് പുട്ട് സൈഡിൽ കാണാം. ലോങ് ബിൽഡപ്പാണ്. കോൾ സൈഡിൽ വെറും 68% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പാണ്. അടുത്തത് 23,800 സ്ട്രൈക്കിൽ 532% വർധനവ് ലോങ് ബിൽഡപ്പ് തന്നെ പുട്ട് സൈഡിൽ. കോൾ സൈഡിൽ 15% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. അടുത്തത് 23,900 സ്ട്രൈക്കിൽ പുട്ട് സൈഡിൽ 816% വർധനവ് ഒരു ലോങ് ബിൽഡപ്പാണ്. എന്നാൽ 74% മാത്രം വർധനവാണ് കോൾ സൈഡിൽ കാണുന്നത്. ചെറിയ ഒരു ഷോർട്ട് ബിൽഡപ്പ് മാത്രമാണ് അവിടെയുള്ളത്. 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പുട്ട് സൈഡാണ് നല്ല സ്ട്രോങ് ആയി നിൽക്കുന്നതെന്ന് കാണാം. മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് നല്ല ശക്തമായി തന്നെ നിലകൊള്ളുന്നു. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 52,988 എന്ന പുതിയ ഓൾ ടൈം ഹൈ ആണ് ബാങ്ക് നിഫ്റ്റി ഇന്നലെ ടച്ച് ചെയ്തത്. 52,870 264 പോയിന്റ്സ് ഉയർന്നാണ് ഇന്നലെ ക്ലോസ് ചെയ്തതും. ഇന്നലത്തെ ബാങ്ക് നിഫ്റ്റിയുടെ മൂവ്മെന്റിൽ നിന്നും 53,000 പ്രധാനപ്പെട്ട ഒരു ലെവലാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം 53,000 ഫ്രഷ് ഓപ്പൺ ഇൻട്രസ്റ്റ് കോൾ സൈഡിൽ കൂടുതലായി റൈറ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇന്നലെ ഹൈ ക്രിയേറ്റ് ചെയ്ത ബാങ്ക് നിഫ്റ്റി 53,000 അടുത്ത് നിന്നാണ് ഒരു റിജക്ഷൻ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ 53,000 പ്രത്യേകം ശ്രദ്ധിക്കുക. ഡൗൺ സൈഡിൽ 52,500 മുതൽ 52,400 വരെയുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ലെവലാവാനും സാധ്യതയുണ്ട്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക് ആദ്യം 53,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം 54,000 സ്ട്രൈക്കിലും അതിനുശേഷം 53,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത് 52,000 അതിനുശേഷം വരുന്ന സ്ട്രൈക്ക് 51,500 അതിനുശേഷം 51,000 സ്ട്രൈക്കുമാണ്. നമ്മൾ പറഞ്ഞു ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 53,000 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 52,000 ഇന്ത്യ വിക്സിലേക്ക് ഇന്നലെ ഇന്ത്യ വിക്സ് ഇടിയുകയുണ്ടായി. 14.04 1.87% ഇടിഞ്ഞാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ FIDE ആക്ടിവിറ്റിയാണ്. FIS 3,535 കോടി രൂപയ്ക്ക് വലിയ സെല്ലിങ്ങിലേക്ക് ഇന്നലെ പോയപ്പോൾ DIS വലിയ രീതിയിൽ തന്നെ മാർക്കറ്റിനെ പിടിച്ചു നിർത്തി 5,103 കോടി രൂപയ്ക്ക് ബൈ ചെയ്താണ് മാർക്കറ്റിനെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചത്. US മാർക്കറ്റുകൾ US പ്രസിഡൻഷ്യൽ ഡിബേറ്റിനും ഫെഡറൽ റിസർവിന്റെ നിർണായകമായ പണപ്പെരുപ്പ റിപ്പോർട്ടിനും മുന്നോടിയായി US മാർക്കറ്റുകൾ ഇന്നലെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഇൻഫ്ലേഷന്റെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതിന് വെള്ളിയാഴ്ചയുള്ള പേഴ്സണൽ കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റയ്ക്ക് വേണ്ടിയാണ് ഇൻവെസ്റ്റേഴ്സ് കാത്തിരിക്കുന്നത്. ഇന്നലെ എൻവിഡിയ ചെറിയ പോസിറ്റിവിറ്റിയോടുകൂടിയാണ് ക്ലോസ് ചെയ്ത്. എന്നിരുന്നാലും മെഗാ ക്യാപ് ടെക് സ്റ്റോക്കുകളായ ആപ്പിൾ, ആമസോൺ, ടെസ്ല എന്നിവ വലിയ പോസിറ്റിവിറ്റിയിൽ തന്നെ ക്ലോസ് ചെയ്തു. ഇനി റേറ്റ് കട്ടിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ഫെഡറൽ റിസർവ് ഈ വർഷം ഒരു റേറ്റ് കട്ട് മാത്രമാണ് ലക്ഷ്യമിടുന്നത്. LSEG ഡാറ്റ പ്രകാരം 56.3% സാധ്യതകളാണ് ഇപ്പോൾ 25 ബേസിസ് പോയിന്റ്സിന്റെ റേറ്റ് കട്ട് സെപ്റ്റംബറിൽ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത്. ഇതുകൂടാതെ US ഇന്നലെ വേൾപൂൾ ഷെയറുകൾ 17% ഉയരുകയുണ്ടായി. ഇന്ന് പുറത്തുവരുന്ന കോർപ്പറേറ്റ് ഏർണിംഗ്സിലേക്ക് വന്നാൽ വാൾഗ്രീൻ ബോട്ട്സ് അലയൻസ്, നൈക്ക് എന്നീ ഷെയറുകളുടെ റിസൾട്ടാണ് പുറത്തുവരുന്നത്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് വലിയ ഇടിവിൽ തന്നെയാണ്. ഡൗ ജോൺസ് ഉള്ളത് 0.28% ഇടിവിൽ, S&P 500 0.39% ഇടിവിലും ട്രേഡ് ചെയ്യുന്നു. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്ക് ആദ്യം ടെക് സൈഡിൽ ഇൻഫോസിസ്
0.68% ഇടിവിലായിരുന്നു. വിപ്രോ ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ ക്ലോസ് ചെയ്തു. ബാങ്കിംഗ് സൈഡിൽ ICICI ബാങ്ക് 0.38% നേട്ടത്തിൽ, HDFC ബാങ്ക് 0.09% ഇടിവിൽ. റിലയൻസ് ഇൻഡസ്ട്രീസ് ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാക്കിയ നേട്ടം US മാർക്കറ്റിലും കണ്ടു. 2.79% ഉയർന്നു. യൂറോപ്യൻ മാർക്കറ്റുകൾ ഇന്നലെയും യൂറോപ്യൻ മാർക്കറ്റുകൾ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഫ്രാൻസ് മാർക്കറ്റ് CAC ആണ് വലിയ ഇടിവിലേക്ക് പോയത്. 1.23% നഷ്ടം രേഖപ്പെടുത്തി. സ്റ്റോക്ക് 600 0.5% ഇടിഞ്ഞത്. ഓട്ടോ സ്റ്റോക്കുകളും ട്രാവൽ സ്റ്റോക്കുകളും ഇന്നലെ നഷ്ടമുണ്ടാക്കി. 1% മുകളിൽ നഷ്ടത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡാക്സ് 0.19% ഇടിവിൽ, CAC 0.24% ഇടിവിലും, FTSE 0.13% ഇടിവിലും ട്രേഡ് ചെയ്യുന്നു. ഏഷ്യൻ മാർക്കറ്റുകൾ ഇന്നലെ ഓസ്ട്രേലിയയിൽ നിന്നും ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തു വന്നു. തുടർച്ചയായ 3ാമത്തെ മാസവും ഇൻഫ്ലേഷൻ ഉയരുക തന്നെയാണ്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 5 മിനിറ്റ്. ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 23,808 എന്ന നിലയിലാണ്. 53 പോയിന്റ്സ് ഡൗൺ സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ 60 മുതൽ 70 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ജപ്പാൻ മാർക്കറ്റ് നിക്കി ഇപ്പോൾ 2 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിൽ ട്രേഡ് ചെയ്യുന്നു. 1.29% നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഓയിൽ പ്രൈസുകൾ എനർജി ഇൻഫർമേഷൻ അഡ്മിനിസ്ട്രേഷൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ക്രൂഡ് ഓയിൽ ശേഖരം കഴിഞ്ഞ ആഴ്ച 3.6 ദശലക്ഷം ബാരൽ ഉയരുകയുണ്ടായി. റോയിറ്റേഴ്സ് പോൾ പ്രകാരം ഇൻവെന്ററികളിൽ 2.9 ദശലക്ഷം കുറയുമെന്നാണ് അനലിസ്റ്റുകൾ പ്രതീക്ഷിച്ചിരുന്നത്. ഇതുകൊണ്ട് തന്നെ ഇന്നലെ ഓയിൽ ചെറിയൊരു ഇടിവിലേക്ക് പോയി. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $84.14 പെർ ബാരൽ എന്ന നിലയിൽ 0.36% ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $80.55 പെർ ബാരൽ എന്ന നിലയിൽ 0.41% ഇടിവിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് ആരും റെക്കമെൻഡേഷൻ ആയിട്ട് എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.